നോക്കൂ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ താങ്കൾ രാഹുൽ ഗാന്ധിയെ പോലെ പെരുമാറരുത്. ഞാൻ രാഹുൽ ഗാന്ധിയെ പോലെ പെരുമാറുന്നതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഐ എം പ്രൗഡ് ഓഫ് ബീങ് ഇന്നത്തെ ദിവസം ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ നമ്മൾ കണ്ടതിൽ വെച്ച് ഏറ്റവും ഉശിരുള്ള പ്രതിപക്ഷ നേതാവിനെയാണ് കണ്ടത്. ഏറ്റവും ഉശിരുള്ള പ്രതിപക്ഷ നേതാവിനെ ഒരു മണ്ഡലത്തിൽ അഭിമാനത്തോടു കൂടി ഞാൻ പറയും. രാഹുൽ ഗാന്ധി ഇന്ന് ഉയർത്തിയ ചോദ്യങ്ങൾ ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന നിലയിൽ ഞാനും എന്റെ സഹപ്രവർത്തകരും പരാജയപ്പെട്ടു പോയിടത്ത് നിന്നാണ് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ആ പാർട്ടിയിലൂടെ ഈ ചോദ്യങ്ങൾ ഉയർത്തിയത്. ചെറിയ ചോദ്യങ്ങളല്ല. ഞാൻ 2 ചോദ്യം ചോദിച്ചപ്പോൾ തന്നെ സുജയ അസ്വസ്ഥയായി. എനിക്ക് ഇനിയും ഉണ്ട് ചോദ്യങ്ങൾ. അതിന് ഈ കർണാടകയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൊത്തം 25 മണ്ഡലങ്ങളിൽ കണക്കെടുത്ത് നോക്കിയാൽ 5000-നും 10,000-നും ഇടയിൽ 5000-നും താഴെ BJP വിജയിച്ച് കഷ്ടിച്ച് കടന്നുകൂടിയ മണ്ഡലങ്ങളുണ്ട്. BJPക്ക് എത്രയാ കഴിഞ്ഞ തവണത്തെ 2024 ലോക്സഭാ സീറ്റ്? 240. ഇന്ത്യ മുന്നണിക്കോ 234. ഇന്ത്യ മുന്നണിയെ സഖ്യമായും BJPയെ കക്ഷിയായും എടുത്താൽ 6 സീറ്റിന്റെ വ്യത്യാസമേ ഉള്ളൂ. ഇന്ത്യ മുന്നണിയും BJP എന്ന് പറയുന്ന ഗ്രാൻഡ് പാർട്ടി ഇന്നത് ഭരിക്കുന്നത് തെലുങ്കുദേശം പാർട്ടിയുടെയും JD-യുടെയും തോളത്ത് കൈയിട്ടുകൊണ്ടാണ് എന്ന് പറഞ്ഞാൽ അതാണ്. നോക്കൂ, അപ്പോൾ സ്വാഭാവികമായും 2024 തിരഞ്ഞെടുപ്പിന്റെ തെരഞ്ഞെടുപ്പിന്റെ സ്പിരിറ്റ് കിടക്കുന്നത് എവിടെയാണെന്ന് പ്രേക്ഷകർക്ക് എല്ലാം അറിയാം. കേവലം 6 സീറ്റിന്റെ വ്യത്യാസം.